ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വാഴയ്ക്ക കൊണ്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നേരത്തെ ഉപ്പേരി മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതൊരു വ്യത്യസ്തമായ രുചിയാണ്. ഇതിൽ ഞാൻ കൊന്തം കായ ഒരു 4 കായ എടുത്തിട്ട് അങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറ കളഞ്ഞ് ഞാൻ മഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടതാണ് നാളികേരം. ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 5 ചെറിയ പച്ചമുളക് പഴുത്തതാണ് അതെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഒരു ലേശം ഉപ്പ്, അതേപോലെ ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരുപാട് മയത്തിലരയ്ക്കേണ്ട. നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. പാകം ചെയ്യുന്നത് നോക്കാം. ഞാൻ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി 2 കടുക് ഇട്ട് നോക്കിയതാണ്. ചൂടായിട്ടുണ്ട്. നമുക്കിനി 1 ടീസ്പൂൺ കടുക് ചേർത്തി കൊടുക്കാം. ഇതിലേക്ക് വെച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് നുറുക്കി വെച്ചിട്ട് വാഴ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയതുകൊണ്ട് തന്നെ ഒരു മഞ്ഞ നിറമുണ്ട്. പിന്നെ നമ്മൾ നാളികേരം ഒതുക്കിയതും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യമില്ല. പക്ഷേ ഇതിനാവശ്യമായത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കാം. ഈ തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. വാഴയ്ക്ക കഴിക്കാൻ താല്പര്യമില്ലാതോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ഇനി നമുക്കിതിൽ വെള്ളമൊന്നും നമ്മൾ ചേർത്തേണ്ടതില്ല. ഇതിനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. ഏതാണ്ട് 3 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആവിയിലെ വെള്ളത്തിൽ തന്നെ വാഴയ്ക്ക പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ നാളികേരം ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഫ്ലെയിം കമ്മിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് അടിപിടിച്ച് കേടുവരുന്നത് എഴുതിയിട്ട്. അത് കാരണം തന്നെ ആവിയിൽ തന്നെയാണിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തി കൊടുക്കാം. നമ്മുടെ വാഴയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു വ്യത്യസ്തമായ രുചിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.